പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്യാമറ പ്രേമമുണ്ടെന്ന് സോഷ്യൽ മീഡിയ പലപ്പോഴായും പറയാറുണ്ട്. മോദി ക്യാമറ കാണുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുന്നതും ക്യാമറയിൽ ചിത്രം പതിയാനായി മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തുന്നതുമായ മോദിയുടെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോകളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് മോദിക്ക് ക്യാമറ പ്രേമമുണ്ടെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചാ വിഷയമാവുന്നത് അത്തരത്തിലൊരു വാർത്ത തന്നെയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ മീരാബായി ചാനുവിന് നൽകിയ സ്വീകരണത്തിന്റെ ബാനറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ആ ബാനർ വൈറലാവാൻ ഒരു കാരണം കൂടിയുണ്ട്. ആദ്യം ആ ബാനറിന്റെ ചിത്രം ഒന്ന് കണ്ടു നോക്കാം. ഈ ചിത്രത്തിൽ മീരാബായി ചാനുവിന് സ്വീകരണം നൽകുന്ന ബാനർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും. മീരാബായി ചാനുവിന് സ്വീകരണം ഒരുക്കുന്ന പരിപാടിയുടെ ഫ്ലക്സിൽ മോദിയുടെ ചിത്രമാണ് ഉള്ളത്, അതും ഏറ്റവും വലുതായി. സ്വീകരണം കൊടുക്കുന്ന മീരാബായി ചാനുവിന്റെ ചിത്രമാവട്ടെ ഒരു മൂലയ്ക്ക് വളരെ ചെറുതായും കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മീരാബായി ചാനു മോദിക്ക് സ്വീകരണം നൽകുന്നു എന്ന് തോന്നിയാൽ തെറ്റു പറയേണ്ടതില്ല. സിൽവർ മെഡൽ നേടിയ മീരാബായി ചാനുവിന്റെ ചിത്രത്തിനേക്കാൾ വലിയ ചിത്രമാണ് ബാനറിൽ മോദിയുടേതെങ്കിൽ മോദിക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലാണോ കിട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും ഈ ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് ചിത്രങ്ങൾ. ഈ ചിത്രം അസമിൽ നിന്നും ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ബോക്സർ ലോവ്ലീന ബോർഗെയിനെ അഭിനന്ദിക്കുന്ന ഒരു ഫ്ലക്സ് ആണ്. പക്ഷേ ആ ഫ്ലക്സിൽ ലോവ്ലീന ബോർഗെയിന്റെ ഒരൊറ്റ ചിത്രം പോലുമില്ല. മറിച്ച് ആ ഫ്ലക്സിലുള്ളത് അസമിലെ BJP മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഇനിയൊരു ചിത്രം കൂടിയുണ്ട്, അതും അസമിൽ നിന്ന് തന്നെയാണ്. ബോക്സർ ലോവ്ലീന ബോർഗെയിനെ അഭിനന്ദിച്ചുള്ള ഫ്ലക്സ് തന്നെയാണ് ഇതും. പക്ഷേ ഈ ഫ്ലക്സിലും ലോവ്ലീന ബോർഗെയിന്റെ ചിത്രമില്ല. മറിച്ച് അസമിലെ BJPയുടെ കായിക മന്ത്രിയുടെ ചിത്രമാണുള്ളത്. ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കായിക താരങ്ങളുടെ ക്രെഡിറ്റ് BJP മന്ത്രിമാർ തട്ടിയെടുക്കുകയാണെന്നും ഇത് ആ കായിക താരങ്ങളോടുള്ള അനാദരവ് ആണെന്നുമാണ് സോഷ്യൽ മീഡിയ ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.